മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ തായ്ലൻഡ് കംബോഡിയ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇതുവരെ 14 പേർ കൊല്ലപ്പെട്ടു. ഇരു രാജ്യങ്ങളും ആക്രമണം അവസാനിപ്പിക്കണമെന്നും ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. കാർത്തിക് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, സംഘർഷം ഇങ്ങനെ രൂക്ഷമായി തുടരുന്ന സാഹചര്യം, വിശദാംശങ്ങൾ. തായ്ലൻഡ് കംബോഡിയ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ്. ഇന്നലെയാണ് ഏറ്റവും രൂക്ഷമായ ആക്രമണം ഉണ്ടായത്. ഇരു രാജ്യങ്ങളും പരസ്പരം ഷെല്ലാക്രമണവും വ്യോമാക്രമണവും നടത്തുകയായിരുന്നു. ഏതാണ്ട് 14 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതിൽ കൂടുതൽ പേരും സിവിലിയൻസ് ആണ് എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഈ പശ്ചാത്തലത്തിലാണ് ഐക്യരാഷ്ട്രസഭയുടെ ഒരു ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആന്റോണിയോ ഗുട്ടറസ് ഇരു രാജ്യങ്ങളുടെയും തലവന്മാരുമായി സംസാരിച്ചു. പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നും സംഘർഷം ഒഴിവാക്കണമെന്നും സമവായത്തിലൂടെ ചർച്ചകളിലൂടെ നിലവിലെ സാഹചര്യം ലഘൂകരിക്കാൻ ശ്രമങ്ങൾ ഇരുഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ നിലവിലെ സംഘർഷങ്ങൾ ഉടനൊന്നും അയയാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇരു രാജ്യങ്ങളും അവരുടെ എല്ലാ അതിർത്തികളും അടച്ചു. അതോടൊപ്പം തന്നെ നയതന്ത്ര പ്രതിനിധികളെ പരസ്പരം പിൻവലിക്കുന്ന ഒരു സാഹചര്യം വരെയുണ്ട്. അംബാസഡർമാരെ തിരിച്ചു വിളിച്ചിരുന്നു. ഇതടക്കം കാര്യങ്ങൾ രൂക്ഷമായി തുടരുകയാണ്. ഇരു രാജ്യങ്ങളും ഏതാണ്ട് 817 കിലോമീറ്ററോളം അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിലാണ്. ഈ സ്ഥലങ്ങളിൽ ഈ 817 കിലോമീറ്റർ അതിർത്തികളിലെ 6 ഗ്രാമങ്ങളിലാണ് സംഘർഷം രൂക്ഷമായി തുടരുന്നത്. കംബോഡിയയും തായ്ലൻഡും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പക്ഷേ നിലവിൽ സാഹചര്യം ഇരു രാജ്യങ്ങളും തമ്മിൽ തർക്കമുള്ള എമറാൾഡ് ട്രയാങ്കിൾ, അവിടെ ബുധനാഴ്ച ഒരു സൈനികൻ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ കുഴിബോംബ് സ്ഫോടനത്തിലാണ് സൈനികർക്ക് പരിക്കേൽക്കുകയും ഒരാൾ കൊല്ലപ്പെടുന്ന സാഹചര്യവും ഉണ്ടായത്. അതിനുശേഷമാണ് സംഘർഷം രൂക്ഷമായത്. മെയ് മാസം മുതൽ ഇടയ്ക്കിടെ സംഘർഷങ്ങൾ പതിവായിരുന്നു. അതിപ്പോൾ അതിൻ്റെ പാരമ്യത്തിലെത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. എന്തായാലും അന്താരാഷ്ട്ര തലത്തിൽ പല ഇടപെടലുകളും ഉണ്ടാകുന്നു. എങ്കിലും കാര്യമായ സമവായ ശ്രമങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. സംഘർഷം രൂക്ഷമായി തുടരുകയും തന്നെ ചെയ്യും. ഇപ്പോഴത്തെ സംഘർഷങ്ങളുടെ പ്രധാന കാരണം ഈ പ്രീവിഹാറുമായി ബന്ധപ്പെട്ട് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന തർക്കം തന്നെയാണ്. അതിർത്തി പ്രദേശത്തെ ഈ ക്ഷേത്രം നിലവിൽ കംബോഡിയയുടെ അധീനതയിലാണ്. ഇത് നേരത്തെ പൈതൃക പട്ടികയിലടക്കം ഉൾപ്പെടുത്തിയിരുന്നു. അങ്ങനെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ക്ഷേത്രം സംബന്ധിച്ച തർക്കങ്ങളുടെ ഒരു പുതിയ രൂപത്തിൽ സംഘർഷം വഴിമാറിയിരിക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാൻ. ആര്യ.